ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഉണ്ടല്ലോ, ഒരു 4 തവണയായിട്ടൊക്കെ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വചനത്തിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒന്ന് കുടുങ്ങി നിന്നിട്ട് ഒരു വലിയൊരു സന്തോഷം തോന്നിയുണ്ട്. ആ സന്തോഷം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. വചനഭാഗം ഇതാണ്, ഏശയ്യാ 49:16. ചെറുപ്പം മുതലേ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങളൊന്നായിരിക്കും. നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ ഹാവ് ഗ്രേവൺ യു ഇൻ മൈ ഹാൻഡ്സ്. ദൈവം നമ്മളോട് പറയാണ്, ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളൊരു വചനമാണ്. അതിൻ്റെ ഒരു ബാക്കി ഭാഗം ഇങ്ങനെയാണ്, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ഈ മതിലുകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വായിച്ചപ്പോൾ തോന്നിയതാണ്, അതായത് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നു, മുമ്പോട്ട് പഠിക്കണം, യാത്ര ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം, നന്നോട്ട് ആനന്ദത്തിലായിരിക്കണം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മുമ്പോട്ടുള്ള യാത്ര ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മതിലുകളുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് ഒരു വാഗ്ദാനം തരുന്ന പോലെ ഇങ്ങനെ തോന്നുക, നിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യോ സേഫ്, എൻ്റെ കയ്യിൽ നീ സുരക്ഷിതയാണ്. മാത്രമല്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിൻ്റെ മുമ്പിൽ ഇപ്പോഴും ചില മതിലുകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ഒന്ന് ചിന്തിച്ച് ചോദിക്കുക. നമ്മൾ നന്നായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ബലി അർപ്പിക്കുന്നു, ഒത്തിരി നന്മകൾ ചെയ്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്കൊരു ബോധ്യമുണ്ട് എന്തായാലും അല്ലേ, കർത്താവിൻ്റെ കയ്യിലാണ്, സുരക്ഷിതമാണെന്നൊക്കെ അറിയാം. ബട്ട് റിയാലിറ്റി ഒത്തിരി പെയിൻഫുൾ ലൈഫാണ്. ചിലപ്പോൾ തോറ്റു പോകാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, ഒറ്റയ്ക്കിരിക്കാറുണ്ട്, ഒറ്റയ്ക്കായി പോകാറുണ്ട്. നമ്മളതൊക്കെ ചിലരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവാതെ വരാറുണ്ട്. മനസ്സിലായ ചില ആൾക്കാർ സേഫ് സോൺ നോക്കിയിട്ട് കൂടെ നിന്ന പ്രശ്നം എന്നൊക്കെ കണ്ട് വിട്ടു പോകാറുമുണ്ട്. ഒരു മതിലിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ എന്നെ ചെയ്യണമെന്ന് അറിയാണ്ട് നിന്ന് പോകാറുണ്ട് അല്ലേ. വലിയ ഒരു മുട്ടക്കാട്ടം വെയിലിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഒരു കാക്കച്ചറിൻ്റെ പോലും തണൽ ഇവിടെ കിട്ടുന്നില്ല. അത്രയ്ക്ക് ലോൺലി ആയിട്ട് പോകുന്ന സമയങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളുണ്ട്, ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ സമയത്തും ഈ വെയിലിങ്ങനെ പൊള്ളുന്ന സമയത്ത് ഒരു തണൽ തരാൻ പോലും ഒരാളില്ല. അവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ തണലിനെ കുറിച്ച് ഈ വചനം പറഞ്ഞു തരിക. ഏശയ്യാ 49:16 നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കൈ നിൻ്റെ മേൽ ഈ വെയിൽ വീണ് നീ പൊള്ളാതെ, ഈ തോൽവിയുടെ, ഈ സങ്കടത്തിൻ്റെ, ഈ ഒറ്റപ്പെടലിൻ്റെ, ഈ ചതിയുടെ, ഈ പിശാചിൻ്റെ വെയിൽ വീണ് നീ തളരാതിരിക്കാൻ നിൻ്റെ മേലൊരു കൈ ഇങ്ങനെ ഉണ്ട്. ആ കയ്യിൽ നിന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പിലുള്ള തടസ്സങ്ങളോ, ആ തടസ്സങ്ങൾ നിൻ്റെ മുമ്പിലാണെന്നല്ല കർത്താവ് പറയുക, നിൻ്റെ തടസ്സങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഇതിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തടസ്സത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എസ്പെഷ്യലി ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഈ മതിലൊന്ന് ചാടിക്കടക്കാനോ ഇല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ പോകണമെന്നൊന്നും പറഞ്ഞു തരാൻ ഒരാളില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളോടായിട്ട് പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിൻ്റെ മതിലുകൾ എൻ്റെ മുമ്പിലുണ്ട്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മുമ്പിലാണ് ഈ മതിൽ. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മതിലിൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ തടസ്സം കണ്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ നിൻ്റെ കൂടെ കർത്താവുണ്ട്. നീ ഒരു മതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, കർത്താവെ എങ്ങനെ ക്രോസ് ചെയ്യും, ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യും, ആരോട് സഹായം ചോദിക്കും, അറിയത്തില്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലോ എന്ന് പറയുമ്പോൾ ഹീസ് ദെയർ വിത്ത് യു. നിൻ്റെ കൂടെ ഉണ്ട് ഈശോ. നിൻ്റെ മതിലുകൾ എൻ്റെ കൺമുമ്പിലുണ്ടെന്ന് അങ്ങനെ വെറുതെ കണ്ട് നിൽക്കുകയല്ല. ഈശോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കടം, നിൻ്റെ രോഗം, നിൻ്റെ പരാജയം, ജോലിയില്ലാത്ത അവസ്ഥ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഈ മതിലിൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങൾ മാറ്റിത്തരാനും കർത്താവിന് അറിയാം. ചിലപ്പോൾ മുമ്പോട്ടുള്ള യാത്ര ഒന്ന് സ്ലോ ആയി കാണും, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റാതെ ഈ മതിൽ മുമ്പിൽ നിൽക്കുകയായിരിക്കും. പേടിച്ച് നിൽക്കരുത്, കൂടെ ഒരാളുണ്ടെന്ന് ഓർത്തേക്കണം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് വായിക്കണേ. 49, 50, 51 അധ്യായങ്ങളൊക്കെ ഇന്ന് തന്നെ ഒന്ന് വായിച്ചോ. ഈശോ ചുമ്മാ ഒരു വചനമൊന്നും നമുക്ക് തരത്തില്ലല്ലോ, അതൊന്ന് നന്നായിട്ട് വായിക്കുക. 51-ാമത്തെ അധ്യായത്തിൽ ഏശയ്യാ 51-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, കർത്താവ് അവളെ സാന്ത്വനപ്പെടുത്തും. നിങ്ങളുടെ പേരെടുത്ത് വെച്ചത് വായിച്ചോ. കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും, കർത്താവ് എന്നെ സാന്ത്വനപ്പെടുത്തും. അടുത്തൊരു വാക്യം വളരെ ബ്യൂട്ടിഫുള്ളാണ്, അവളുടെ മരുഭൂമി പ്രദേശങ്ങളെ കർത്താവ് ഏദൻ തോട്ടം പോലെയാക്കും. ഒരു പ്രതീക്ഷയില്ലാത്ത ചില സ്ഥലങ്ങളെ, ഒരു മരുപ്രദേശങ്ങളെല്ലാം കർത്താവിൻ്റെ തോട്ടം പോലെ ആക്കി തീർക്കും. എന്തൊരു ബ്യൂട്ടിഫുൾ വാഗ്ദാനമാണ്. അപ്പം അത് സ്വീകരിക്കുക. ഇന്ന് കടന്നു പോകുന്ന എന്ത് തടസ്സമാണേലും, എന്ത് വേദനയാണേലും, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലീസ് ബിലീവ്, വിശ്വസിക്കുക. നിൻ്റെ തടസ്സങ്ങൾ നിൻ്റെ മുമ്പിൽ മാത്രമല്ല, നിൻ്റെ തടസ്സങ്ങൾ കർത്താവിൻ്റെ മുമ്പിലുണ്ട്. കാരണം കർത്താവ് നിൻ്റെ കൂടെ നിൽക്കുകയാണ്. ആൻഡ് യു ആർ നോട്ട് എലോൺ. ഈ തടസ്സത്തിൻ്റെ മുമ്പിൽ, ഈ വെയിലത്ത് നീ ഒറ്റയ്ക്കല്ല, ഈശോ നിൻ്റെ കൂടെ തന്നെയുണ്ട്. തോറ്റു കൊടുക്കേണ്ട, കാരണം വിജയിപ്പിക്കുന്ന കർത്താവ് നിന്നെ സഹായിക്കും. ഈ മതിലുകളിൽ ചാടിക്കടക്കാൻ, ഇതിനെ അതിജീവിക്കാൻ ഈശോ സഹായിക്കട്ടെ. ഈശോ സഹായിക്കും. ഈശോ നിൻ്റെ കൂടെ തന്നെയുണ്ട്.
ഈശോ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. ആ സ്നേഹം അറിയാൻ, ആ സ്നേഹത്തിൻ്റെ ശക്തിയിൽ ഈ തടസ്സങ്ങളെ, ഈ മതിലുകളെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.